ശശിയമ്മ മലയാളത്തിൽ ഏറ്റവും അധികം ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വനിതയാണ്. മോള് വിളിക്കുന്ന പോലെ അമ്മയെന്ന് തന്നെ അവള് വിളിക്കുക. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ശശിയും കൂടെ കൂട്ടും. ശശിമ എന്ന് വിളിച്ചിട്ട് ഓടി കയറി വരിക. ഈ ശശിമ എന്ന് പറയുന്നത് ശശികല ചേച്ചിയാണ്. എത്രയോ ബ്യൂട്ടിഫുൾ പാട്ടുകൾ എഴുതുന്ന ആൾ. ദേവരായ മാഷപ്പം ചെയ്തിട്ടുണ്ട്, രവീന്ദ്രൻ മാഷപ്പം ചെയ്തിട്ടുണ്ട്, പിന്നെ എ ടി ഉമ്മർ സാറ്, രാഘവ മാഷപ്പം ചെയ്തിട്ടുണ്ട്. അത് സ്കൂൾ കാലഘട്ടത്തിലാണ്. അത് പിന്നെ തിരിച്ചു വന്നപ്പോഴും കുട്ടന്റെ ഒപ്പം ചെയ്തു, വിജയപാലിന്റെ ഒപ്പം ചെയ്തു, ശരത്തിന്റെ ഒപ്പം ചെയ്തു. ഇപ്പൊ കുട്ടികളുടെ ഒപ്പം നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു തലമുറയുടെ കൂടെ നിൽക്കുമ്പോഴും വളരെ സന്തോഷം. ഏതായാലും അന്ന് തുടങ്ങിയിട്ടും ഇവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹമാണ്. ഇപ്പൊ ആര്യായിട്ട് ഞാൻ 4 എണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത പ്ലാനിങ് ഉടനടി 5 മിനിറ്റ് ഇരുന്ന ശശിയമ്മ 3 മിനിറ്റ് കൊണ്ട് പാട്ട് എഴുതി കഴിയും. ആര്യയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെരി ടാലന്റഡ് ഗേൾ. കാരണം ഞാനിപ്പോ ദേവരാമാഷിൽ തുടങ്ങി, ഞാനിപ്പോ കുട്ടന്റെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പൊ ആ ഒരു ആംബിയൻസിൽ നിന്നൊക്കെ മാറിയിട്ട് എന്താ പറയാ, ചിരിച്ച് കളിച്ചൊരു പാട്ടുണ്ടാക്കിയത് ആര്യയായിട്ടാണ്. ആര്യ ഓടിക്കേറി വന്നു, അതിന്റെ കണ്ടന്റ് പറഞ്ഞു. അപ്പൊ വരികൾ ഞാൻ പറയുന്നു, ആര്യ ട്യൂൺ ചെയ്യുന്നു. അങ്ങനെ ഒരു അവസാനം ഒരു ഡാൻസിൽ കലാശിച്ചു. ഇങ്ങനെ ആസ്വദിച്ചൊരു പാട്ടുണ്ടാക്കാന്ന് വാസ്തവത്തിൽ എനിക്ക് ആര്യയിൽ നിന്നാണ്. ഭയങ്കര കോൺഫിഡന്റ് ആണ്, നല്ല ധാരണയുള്ള ഒരു കുട്ടിയാണ്. അതെനിക്ക് തോന്നുന്നു ശാസ്ത്രീയ സംഗീതമൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ഏതായാലും എനിക്ക് ഒരുപാട് പ്രിയങ്കരിയായ ഒരു മോള.